പല ആലോചനയും നടത്തി. ഏതൊരു മഹാൻ വന്നാലും വില എതിർക്കും. ഇപ്പം നമ്മളെ കഴിഞ്ഞ ഇബ്നു തൈമിയ്യയുമായി ബന്ധപ്പെട്ട ചർച്ച കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏകദേശം മശായിഖന്മാർ അഹ്ലൊക്കെ നമ്മളെ വിളിച്ച് സന്തോഷം അറിയിച്ചു. നല്ലതന്നെ വിളിച്ചറിയിക്കല്. നിങ്ങളെപ്പോലത്തെ ആളുകളെ പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ആരെ വിളിക്കേണ്ടത്? അവർ കള്ളം പറയുന്നവരെ കൂട്ടു നിൽക്കുന്നത് കളവ് പറയുന്നവർ തന്നെയല്ലേ. കളവ് പ്രചരിപ്പിക്കുന്നു നിങ്ങൾ തന്നെ, കളവ് പറയിപ്പിക്കുന്നു നിങ്ങളും തന്നെ. ഉള്ളാലിമീങ്ങളെ ചീത്തകളൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ കൂടെയല്ലേ അത്തരത്തിലുള്ള ആളുകൾ നിൽക്കുകയുള്ളൂ. അതുപോലെ വലിയ അത്ഭുതമൊന്നുമല്ല. പറയട്ടെ, അവരും സന്തോഷം അറിയിക്കട്ടെ. കാരണം എന്താ, ഈ മശായിഖന്മാരെ അഹ്ലും മശായിഖും ഇവിടെ വന്നപ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവരാണവർ. മഹ്ഫൂദീങ്ങൾ. ഒരു പിഴച്ച വാദവും അവർക്കില്ല. അവർക്കൊരു പിഴച്ച വാദവും ഇല്ല എന്ന് നിങ്ങളല്ലേ പറയുന്നത്? AP സമസ്തത് പറഞ്ഞിട്ടില്ലല്ലോ. അത് AP സമസ്തക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾക്കാണ് ബോധ്യപ്പെട്ടത്. ഓഹോ, വല്ലാത്ത ജാതി തന്നെ നിങ്ങൾ, വല്ലാത്ത സ്വാഹിബുൽ വക്തിൻ്റെ ആളുകൾ തന്നെ. ഉണ്ടായത് അങ്ങ് എന്തൊക്കെ പണി ചെയ്തോ അത് മുഴുവനും ഇരട്ടിയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ആർക്കാണ് ഇരട്ടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ എതിരാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ 90% വരുന്നവരൊക്കെ കള്ളന്മാരാണെന്നാണ്. ഇപ്പോൾ പറയുന്നു വന്നവരൊക്കെ നല്ലവരാണെന്നാണ്. കാരണം നമ്മൾ നല്ലവരാണെന്ന് പറയണമെങ്കിൽ മറ്റുള്ളവരെ നല്ലവരാണെന്ന് പറയണ്ടേ? അങ്ങനെയുള്ള സ്വയം തോന്നി അഥവാ സ്വയം വാദിക്കാരാണ് ഇവർ. എന്തിനാണ് ഇവർ അംഗീകരിക്കുന്നത്? ഒരു സംശയവും അതിലില്ല. മശായിഖുമാരുടെ നിർദ്ദേശത്തിൽ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പടയോട്ടത്തിനിറങ്ങി. എന്തായിരുന്നു ആ ഘട്ടം? ഇനിയാണ് കേൾക്കാൻ രസം. ഹസനിയുടെയും അഥവാ സാഹിബുൽ വക്തിൻ്റെ ഒക്കെ പടയോട്ടം, മുന്നേറ്റം എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ സമൂഹത്തിന് അറിയാലോ. ഓരോ സമയത്ത് മാറ്റി പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് രണ്ട് സമസ്തയും വലിച്ചെറിഞ്ഞുകൊണ്ട്, എന്നിട്ട് മിനിഞ്ഞാന്ന് ഒരു പണ്ഡിതൻ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒരു തമാശക്ക് പറഞ്ഞതിനെ കാര്യവൽക്കരിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ രണ്ട് വിഭാഗത്തെയും തെറ്റിക്കാൻ കളിക്കുന്ന ഒരു പടു ജാഹിലാണ് നിങ്ങൾ. അത്തരത്തിലുള്ള സ്വയം തോന്നിക്കാരനാണ് നിങ്ങൾ. പിന്നെ നിങ്ങളുടെ വാക്ക് ഇവിടെ പടയോട്ടത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ആദ്യകാലത്ത് 2013 മുതൽ വഹാബിസത്തിനെതിരെ ശക്തമായി നീങ്ങി. കറക്റ്റാണ് ഇയാൾ പറയുന്നത്. 2013 ഞങ്ങൾ ബിദഅത്തിനെതിരെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ബിദഅത്തിനെതിരെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ നന്നായി എന്നാണ് ഇയാളെ വിചാരം. ഓട ചങ്ങായിരിക്കും. പിന്നെ ഇയാളെ വാദം എന്താ? അവരെക്കാളും ഡേഞ്ചർ ഇവരാണ്, ഉറപ്പാണ്. അവർ പറയുന്നത് മറ്റൊരു വിഷയമാണ്. ഞങ്ങൾ പറയുന്നത് അഥവാ ഇവിടുത്തെ സമസ്ത പറയുന്നത്, സുന്നികൾ പറയുന്നത്, അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നത് ഇവരുടെ വേരോടെ പിഴുതെടുക്കാനുള്ള വിഷയങ്ങളാണ്. അവർ പറയും ചില വിഷയങ്ങളെ കോട്ട് ചെയ്തിട്ടാണ്. നമ്മുടെ വിഷയം ഇവരുടെ അടിത്തറ തന്നെ ഇളകിക്കാനാണ്. അതാണ് ഇവരുടെ പേടി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യം അവരുമായി നമ്മൾ സംവാദം അഥവാ അവരുമായിട്ടാണ് പടയോട്ടം. ഇന്ന് ഏപ്പിക്കാരായിട്ടാണ്. അതല്ലേ നമ്മൾ ആദ്യം തന്നെ വരെ വന്ന് പറഞ്ഞതാ? അല്ല, പിന്നീട് നമ്മൾ മശായിഖുമാരുടെ ചരിത്രങ്ങളും അവരുടെ വഴികളും അത് പറഞ്ഞു നീങ്ങി. ക്ലിപ്പ് വല്ലാത്ത ജാതി തന്നെയാണ്. ചെയ്തു പോയ അനുഗ്രഹങ്ങൾ, നമ്മൾ ദീനു വേണ്ടി ചെയ്ത വിഷയങ്ങളൊക്കെ പറയാനാണ്. ഞങ്ങളങ്ങനെ ചെയ്തു, ഞങ്ങളിങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ AP സമസ്തയെ എതിർക്കുന്നു. അവർ ശരിയില്ലാത്തത്, മുജാഹിദൊക്കെ ശരിയാണെന്നാണ് അയാളുടെ വാദം. കേട്ടു നോക്കണം അവസാനം വരെ. പറയുന്ന ഓരോ വാക്കുകളും 100ൽ 110 കളവുകളാണ്. ഒരിക്കലും അങ്ങനെ ഒരു പണ്ഡിതനും പറയാൻ പാടില്ല. രണ്ട് സമസ്തയും അവർ കബളിപ്പിച്ചിട്ടുണ്ട്. ജിഫ്രി തങ്ങളെ വെല്ലുവിളിച്ചു, ശംസുലമയെ എതിർത്തു. ആരെയാണ് ഇവർ എതിർക്കാതിരുന്നത്? പണ്ഡിതം ശിരോമണികളെ മുഴുവനും ഇവർ കബളിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സമൂഹത്തിൽ മാന്യനാവാൻ നോക്കുകയാണ്. അവസാനം വരെ കേട്ടാൽ തോന്നിപ്പോകും ഇതുപോലത്തെ ഒരു ജന്തു ഈ ലോകത്ത് നമ്മൾ കാണിക്കാറില്ലായിരുന്നു. മശായിഖുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും അതിൻ്റെ സംഭവങ്ങളും പറഞ്ഞുള്ള യാത്രയായിരുന്നു നമ്മുടെ യാത്ര. മാത്രമല്ല, നമ്മുടെ മശായിഖന്മാർ അവരുടെ നേതാക്കൾ സമീപത്ത് വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളെ പ്രവർത്തനത്തെ പൊയ്ക്കോളി, ഞങ്ങള് മശായിഖിന്റെ ചരിത്രവും വാഴും ഔലിയാക്കന്മാരെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളും പോകാം. വെറുതെ ഇങ്ങോട്ട് കയറി കളിക്കണ്ട എന്ന് പറഞ്ഞ് അതേന്ന് വാക്കും കൊടുത്തുപോയി. ഔലിയാക്കളെ കഥകളും മഹാന്മാരെ കഥകളൊക്കെ പറയുന്നത് ഇപ്പം തെറ്റെന്നാര് പറയില്ലല്ലോ. ഇല്ലാ കഥകൾ പറയുക, ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക, അതിനെയാണ് എതിർക്കുന്നത്.
ഔലിയാക്കളുടെ കഥകൾ എത്ര കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മഹത്തുക്കൾ പറയുന്നുണ്ട്, CM വലിയുള്ളാഹിയെക്കുറിച്ച് എത്ര ആൾ കഥകൾ പറയുന്നുണ്ട്, ഒക്കെ നമുക്ക് കേൾക്കാറില്ലേ. പക്ഷെ നിങ്ങൾ നൗഷാദ് എന്ന നിങ്ങളുടെ ടീമുണ്ടല്ലോ, സ്വാഹിബുൽ വക്തിൻ്റെ ടീം, നിങ്ങൾ പറയുന്നതൊക്കെ കളവുകളാണ്. നിങ്ങൾക്ക് നന്മ പറയാനറിയില്ല. ചീത്തകളും ആക്ഷേപങ്ങളും ഇല്ലാത്ത കഥകളും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാ എല്ലാം ഉൾക്കൊണ്ട ടീമാണ് നിങ്ങളുടെ ടീം. അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്നത് മൊത്തം അഭിനയമാണ്, കളവുകളാണ്, കുപ്രചരണങ്ങളാണ്, മനസ്സിന് നിരക്കാത്തതാണ്. മഹാന്മാരുടെ കഥകളുണ്ട്, മൊയ്തീൻ ഒരുപാട് കറാമത്തുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് ആവശ്യം? ഇവൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളെ AP സമസ്ത സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നന്മ കാണിക്കുമായിരുന്നു. അതായത് ആവശ്യം AP സമസ്തക്കില്ല. പിന്നെന്താ, അണികളും നേതാക്കളും എല്ലാവരും കൂടി മശായിഖിന്റെ നേരെ, അതുപോലെ തന്നെ അവരെ അഹ്ലിന്റെ നേരെ ആരോപണങ്ങളും അതുപോലെ തന്നെ കള്ളത്തരങ്ങളും പറഞ്ഞിറങ്ങിയവർ. നമ്മളെ മാത്രമല്ല, മറ്റു മശായിഖിനെ മുഴുവനും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ രണ്ടാമതൊരു കബളിപ്പിക്കൽ. ഞങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും പറഞ്ഞു. കാരണം മറ്റുള്ളവരെ ഇവർക്ക് കൂട്ടാണല്ലോ, ആൾ കൂട്ടാണല്ലോ, ഇവർക്ക് സപ്പോർട്ടിന് ആൾ വേണമല്ലോ, ഫോൺ വിളിക്കാൻ ആൾ. നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് AP സമസ്തയെ പറഞ്ഞപ്പോൾ. കാരണം AP സമസ്ത എപ്പോഴും സിറാത്തുൽ മുസ്തഖീം എന്ന പാതയില്ല. മുമ്പിൽ എത്ര വലിയ ശക്തി വന്നാലും പ്രശ്നമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെ എതിർക്കുക തന്നെ ചെയ്യും, ഇനിയും പ്രസംഗിക്കും, ഇനിയും പറയും. അത് AP സമസ്തയുടെ ആണത്വമാണ്. ദീൻ പറയുന്നത്, ശറഅ് പറയുന്നത് അതെന്താണോ അത് മാത്രമേ ശരി. അത് നിങ്ങൾ സ്വാഹിബുൽ വക്തായാലും അതിനപ്പുറമായാലും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിഷയത്തിൽ ഇവര് ബിദ്അഈ വാദങ്ങൾ ഉണ്ടാക്കി. ആരെ വരെ പറഞ്ഞു, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ എന്ത് പറഞ്ഞു? നിർത്തുക നല്ലത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിർത്തുകയാണ് നല്ലത്. ഞങ്ങളതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ഇനി ക്ലിപ്പിടുന്നില്ല, വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു കുറച്ചു കാലം. ഇവരിങ്ങനെ കരുതി നമ്മളേതായാലും എന്തു പറഞ്ഞാലും മറുപടി കിട്ടൂല. അതൊരു ഉസൂലുവലുണ്ടാക്കിയത്. പണ്ഡിതന്മാർക്ക് എന്തും പറയാം, സൂഫിയാക്കൾ അവരിങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. നമ്മൾ ആദ്യം ആ ഉസൂൽ അടിച്ചങ്ങ് പൊളിച്ച്, എന്നിട്ട് കളത്തിലിറങ്ങി. നമ്മളന്നേ പറഞ്ഞു, ഇറങ്ങുമ്പോൾ പിന്നെ ഞങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങും. നമ്മുടെ പ്രഭാഷണങ്ങൾ ഓരോന്നോരോന്ന് വിശദീകരിച്ചു പറയാൻ തുടങ്ങി. പഴയകാലത്ത് മശായിഖുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്ത് ഓരോ വിഷയത്തിലും പോസ്റ്റ്മോർട്ടം നടത്തി നമ്മൾ മുന്നോട്ട് പോയി. അല്ലേ? ഇത് ഞങ്ങളെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചിഴച്ചതാണ്. ഇപ്പം ആയിക്കോട്ടെ, അതെന്താ പ്രശ്നം? നിങ്ങളെ വിളിച്ചതിന് നിങ്ങളെ മൊത്തം കളവുകൾ പുറത്തു വന്നെന്നല്ലാതെ, നിങ്ങളെ മനസ്സിലുള്ള ഇരിപ്പ് പുറത്തു വന്നെന്നല്ലാതെ, നിങ്ങളെ പടയോട്ടൽ ഇപ്പം ഇത് പറയുന്നത്, മുന്നേറ്റൽ നിങ്ങൾ പറയുന്നത്, ചിരി വരാൻ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ. ഇങ്ങനെ ഗതികേട് വന്നു പോയല്ലോ. പക്ഷെ അതെ, എത്ര നന്നായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പോരാട്ടം നടത്തി. ഇപ്പൊ അത് എവിടെ എത്തി നിൽക്കുന്നു? അന്ന് ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചവർ തന്നെ ഇന്ന് വിളിച്ചു പറയുന്നു, ഇതൊരു അനിവാര്യമായ പോരാട്ടമാണ്. കാരണം മശായിഖിനെ മുഴുവനും എതിർത്ത് അതിനു മുന്നിൽ നിന്ന AP സമസ്തയുടെ ഏറ്റവും വലിയ ബിദ്അഈ വാദം ഇവിടെ കൊണ്ടുവന്ന സാക്ഷാൽ പേരോട് തന്നെ ഇബ്നു തൈമിയയെ വെള്ളപൂശുകയും ഇബ്നു ഹജർ തങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. അല്ല നൗഷാദ് മൊയ്ലാരെ, എവിടെയാണ് പേരോട് ഉസ്താദ് ഇബ്നു തൈമിയയെ പൊക്കി പറഞ്ഞ് എൻ്റെ നേതാവാണ്, സുന്നത്ത് നേതാവാണെന്ന് നിങ്ങൾ പറയുന്ന വാദത്തിൽ എങ്ങനെയല്ല കിട്ടുന്നത്? എവിടെ അങ്ങനെ പറഞ്ഞു? ഇബ്നു ഹജറിനെ എവിടെ വലിച്ചെറിഞ്ഞു? അവരിന്നും ഓതിക്കൊടുക്കുന്നത്, ചൊല്ലിക്കൊടുക്കുന്നത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകളാണ്. ഇബ്നു തൈമിയ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിൽപ്പെട്ടവരല്ല നമ്മുടെ പേരോട് ഉസ്താദ്. നിങ്ങൾ വരുത്തി തീർക്കുന്നതാണ് സമൂഹത്തിന് മുമ്പിൽ. അങ്ങനെ പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തിനാണ് കള്ളത്തരം ന്യായീകരിക്കുന്നത്? എന്തിനാണ് ഔഷധം ഇങ്ങനെയുള്ള പണി? നല്ല പണി എടുത്തുകൊണ്ട് ജീവിച്ചൂടെ? പണമുണ്ടാക്കാനുള്ള ലക്ഷ്യമാണോ? എന്തിനാണ് ഇങ്ങനെ ചെറിയ മക്കളെ മുമ്പിൽ നാണം കെട്ടുപോകുന്നൊരു സ്വഭാവങ്ങൾ? അള്ളാഹു നിങ്ങളെ ശല്യം കാക്കുമാറാവട്ടെ. ഇതാണ് ജനങ്ങളെ ഈ നൗഷാദ് നടത്തിയ പടയോട്ടം. അതിമാരകമായ വാദത്തിലെത്തി എന്നത് ഇന്ന് സമൂഹം മനസ്സിലാക്കുമ്പോ ഈ പടയോട്ടം വെറുതെയല്ല. മശായിഖിനെതിരെ നീങ്ങിയവരെ ആ രൂപത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു എന്ന് ഇന്ന് എല്ലാവരും സമ്മതിച്ചു തരുന്നൊരവസ്ഥയിലെത്തി.
എല്ലാവരെയും സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് നടക്കണ്ട. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ കള്ളത്തരങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളെ പിരിസം വെക്കുന്ന കുറച്ച് ആളുണ്ടാവില്ല, ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നവർ, അവർ മാത്രമേ അവരെ ഉദ്ദേശിച്ചാൽ മതി. എല്ലാവരും വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കും മൊത്തം നിങ്ങളെ കൂടെയാണ് കേരളത്തിലുള്ള ആളുകൾ. ആരുമില്ല, അവർ കുറച്ച് 1-2 പേര് മാത്രം നിങ്ങളെ കൂടെ ഉള്ളൂ എന്നുള്ളത് ബോധ്യം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇതാണ് ജനങ്ങളെ ഇയാളുടെ പടയോട്ടം എന്ന് കേട്ട് നോക്കുന്നത് രസമുണ്ടല്ലേ കേൾക്കാനൊക്കെ. ബടായിയാണ് വിടുന്നതൊക്കെ എന്നുള്ളത് ബോധ്യം എല്ലാവർക്കും ഉണ്ടാവൽ നല്ലതാണ്. അള്ളാഹു ഈശ്വരനൊക്കെ കാക്കുമാറാവട്ടെ.